അർജുനായികയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തി ആഭ്യന്തരമന്ത്രിക്കെതിരെ പോസ്റ്റ് ഇടാൻ ഉപയോഗിച്ചു എന്ന് കരുതുന്ന ഫോണാണ് കണ്ടെത്തിയത്. ആയിങ്കയെ പിടികൂടിയ അപ്പാർട്ട്മെന്റിലെ ഷൂറാക്കിൽ നിന്നാണ് ഫോൺ ലഭിച്ചത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ഒന്നായിരുന്നു ആ പോസ്റ്റ്. ആഭ്യന്തരമന്ത്രിയെ കടുത്ത ഭാഷയിൽ വെല്ലുവിളിക്കുകയായിരുന്നു ഈ ഒളിവിൽ കഴിയുന്ന സമയത്ത് അർജുനായിക. എന്തായാലും ആ ഫോൺ എങ്ങനെയാണോ പോസ്റ്റ് ഇട്ടത് അത് ആ ഫോണിൽ നിന്നാണ് എന്ന് അർജുനായിക പറയുന്നുണ്ട്. ആ ഫോൺ കണ്ടെത്തി എന്നുള്ളത് മനസ്സിലാക്കുന്നു. എന്താണ് പോലീസിന്റെ അന്വേഷണം, ഏത് ദിശയിലേക്കാണ്? രാഖി, ഈ ഫോണാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകളിലൊന്ന്. കാരണം ഈ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ അർജുനായിക ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുന്ന സമയത്ത് കൊടുത്ത കസ്റ്റഡി അപേക്ഷയിൽ പോലും പറഞ്ഞിരുന്നത് ഈ മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നുള്ളത് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ കണ്ടെത്തിക്കഴിഞ്ഞാൽ മാത്രമേ അന്വേഷണം മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊരു നിലപാട് പോലീസ് എടുക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 ദിവസത്തെ കസ്റ്റഡി കോടതി അനുവദിച്ചു കൊടുക്കുകയും ആ കസ്റ്റഡി അപേക്ഷയിന്മേൽ ഇപ്പോൾ 3 ദിവസത്തെ കസ്റ്റഡിയിൽ കണ്ണൂർ സൈബർ ക്രൈം പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഈ അർജുനായിക ഉള്ളത്. ഇയാളെ ചോദ്യം ചെയ്തതെന്നാണ് ഈ ഫോണ് ഇന്നൊരു സ്ഥലത്തുണ്ട് എന്നൊരു വിവരം ലഭിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഈ അർജുനായികയെ പിടിച്ചൊരു ഫ്ലാറ്റ് ഉണ്ട്, അതായത് അഭിഭാഷകയായ ഡെലീറ്റ ടൈറ്റസിൻ്റെ ഫ്ലാറ്റ്. ആ ബിൽഡിംഗ് സമുച്ചയത്തിന് സമീപത്തുള്ള ഒരു ഷൂ റാക്കിൽ നിന്ന് ഈ അർജുനായികയുടെ ഐഫോൺ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേസുമായി ബന്ധപ്പെട്ട നിർണായക തെളിവാണ്. ഈ ഐഫോൺ പരിശോധിച്ചാൽ മാത്രമേ കൂടുതൽ തെളിവുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ശേഖരിക്കാൻ സാധിക്കൂ. മറ്റൊന്ന്, ഫേസ്ബുക്കിലൂടെ ഈ വെല്ലുവിളി പോസ്റ്റുകൾ ഇട്ടത് താൻ തന്നെയാണ് എന്ന് അർജുനായിക അന്വേഷണ ഉദ്യോഗസ്ഥരോട് സമ്മതിക്കുകയുണ്ടായി. മറ്റാരും അതിനൊരു ഭാഗമായിട്ടില്ല. താൻ തന്നെയാണ് വിവിധ സ്ഥലങ്ങളിലെ വൈഫൈ ഉപയോഗിച്ച് ഈ ഫോണിൽ നിന്ന് ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടത്. അതുകൊണ്ട് തന്നെ താൻ തന്നെയാണ്, അല്ല, ആ കുറ്റകൃത്യങ്ങളൊക്കെ തന്നെ താൻ ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന് അർജുനായിക സമ്മതിക്കുകയാണ്. നേരത്തെ അർജുനായികയുടെ സഹോദരനാണ് ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ടതെന്നൊക്കെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഏതായാലും കുറ്റമെല്ലാം സ്വയം ഏറ്റെടുക്കുന്ന നിലയിലേക്ക് തന്നെയാണ് പോകുന്നത് ഇപ്പോൾ. രാഖി, ശരി മിഥുൻ, എന്തായാലും ഈ അർജുനായിക ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ച് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് ഇട്ടു എന്ന് കരുതുന്ന ഐഫോൺ ഇപ്പോൾ അർജുനായിക പിടിയിലാകുന്ന സമയത്ത് ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു. ആ അപ്പാർട്ട്മെന്റിലെ ഷൂ റാക്കിൽ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മിഥുൻ പിള്ളയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.